എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഒരൊറ്റത്തവണയെങ്കിലും നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ഈ ഒരു പ്രാർത്ഥന ഉയർന്നിരുന്നെങ്കിൽ എന്തൊരു അത്ഭുതങ്ങൾ സംഭവിക്കുമായിരുന്നു നമ്മുടെ കുടുംബങ്ങളിൽ. ഒരൊറ്റത്തവണ, ഒരു തവണയെങ്കിലും ഒരു ദിവസത്തിൽ ഈ ഒരു പ്രാർത്ഥന നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് സ്വർഗസ്ഥനായ ഞങ്ങളുടെ അപ്പാ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ കിട്ടാൻ പോകുന്ന ശക്തിയെക്കുറിച്ച് നമുക്കൊരു ധാരണയുമില്ല ഇതുവരെ. വേറെ എവിടെയാണ് ദൈവത്തെ അപ്പാ എന്ന് വിളിക്കാനായിട്ട് പറ്റണേ? പഠിപ്പിച്ചു കൊടുക്കണം കുടുംബങ്ങളിൽ തന്നെ. വെറുതെ ഒരു പ്രാർത്ഥനയായിട്ട് ഈ പ്രാർത്ഥന ചൊല്ലിയാൽ പോരാ, നേരെ മറിച്ച് എൻ്റെ കർത്താവ് പഠിപ്പിച്ചു തന്ന, സ്വർഗത്തെ നോക്കി പ്രാർത്ഥിക്കാനായിട്ട് പഠിപ്പിച്ചു തന്ന, ദൈവം ആരാണെന്ന് ഡിഫൈൻ ചെയ്തു തന്ന ഒരു പ്രാർത്ഥനയാണിത്. സ്വർഗത്തിലുള്ള ദൈവം എൻ്റെ അപ്പനാണ്, സ്വർഗത്തിലുള്ള ദൈവം എൻ്റെ അപ്പനാണ്, അപ്പൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ നടന്നോട്ടെ എന്ന് പറഞ്ഞ് ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് ഇങ്ങനെ ഒരുമിച്ചിരുന്നുള്ള പ്രാർത്ഥനകൾ, കുടുംബ പ്രാർത്ഥനകൾ. എൻ്റെ അപ്പന് ഈശോ പറയും, ദുഷ്ടരായ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് നല്ലത് കൊടുക്കണമെന്നറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് എത്രയധികമായി നല്ലത് നൽകിയില്ല, പരിശുദ്ധാത്മാവിനെ തന്നെ തരുമെന്ന് പറഞ്ഞേക്കണേ. നിങ്ങൾ ചോദിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾ അറിയുന്ന എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ പക്കലേക്ക് ജീവിതം കൊടുത്തുകൊണ്ടുള്ള പ്രാർത്ഥനയാണിത്.